നമസ്കാരം. പരമശിവനെ ഒരു വ്യക്തി ആരാധിക്കുകയാണ് എങ്കിൽ, ഒരു ഭക്തൻ ആരാധിക്കുകയാണ് എങ്കിൽ, ആ ഭക്തരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും എന്നതാണ് വാസ്തവം. ഏത് അപകടങ്ങളിൽ നിന്നും പരമശിവൻ അവരെ രക്ഷിക്കും എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. എന്നാൽ ഭഗവാൻ എന്തെല്ലാം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ എത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക പ്രയാസകരം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക സാധ്യമായ കാര്യമാകുന്നു. അത്തരത്തിൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ അത്ഭുതകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ടത് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ, ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ആദ്യം ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പരമശിവനെ ആരാധിക്കുക. ജീവിതത്തിൽ തടസ്സങ്ങൾ അകന്ന് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഏവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി കണ്ണുകൾ തുറന്ന് ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ഭഗവാന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യതടസ്സങ്ങളാൽ ഒന്നും മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ട് എന്നത് വാസ്തവമാകുന്നു. മനസ്സിന് പല രീതിയിലുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തുവാൻ, അല്ലെങ്കിൽ സന്തോഷത്തോടെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. പണത്തിന് വളരെ ആവശ്യകത നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. വിചാരിച്ച കാര്യങ്ങൾ ഒന്നും ശരിയായി നടക്കാത്തതിനാൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ആധി എന്നിവ നിങ്ങൾക്കുണ്ട്. അതിനാൽ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയിൽ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. വിചാരിച്ച രീതിയിൽ വിദ്യാഭ്യാസം, പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എല്ലാം വഴിമാറാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കേണ്ട സമയമാണ്. പരമശിവന്റെ അനുഗ്രഹത്താൽ സുഖം, ഐശ്വര്യം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങൾക്ക് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളായി മാറും. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഭൂമി സംബന്ധിച്ച് അല്ലെങ്കിൽ പല വഴികളിലൂടെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. അത് ലോണുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ടാകാം. സഹായം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കൊടുത്ത വായ്പ തിരികെ ലഭിക്കുക, അങ്ങനെ പല വഴികളിലൂടെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ആലസ്യമകന്ന് പഠനം മുന്നോട്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന സമയമാകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതിനാൽ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹോദരി, സഹോദരങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ ധനം കയ്യിൽ വരുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാനായി തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ള പല ശത്രുക്കളെയും
നിങ്ങൾക്ക് കാട്ടിത്തരിക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവരുമായി കൂടുതൽ ബന്ധം പുലർത്താതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കൈത്താങ്ങുണ്ടാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അത് വീടുകളിൽ മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ കലഹങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ തന്നെ മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും എന്ന് തന്നെയാണ് ഫലം. കാര്യവിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല. അർഹിച്ച വിജയങ്ങൾ പോലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. പലരും നിങ്ങളെ അവഗണിക്കുന്നു. സ്നേഹിച്ചവർ പോലും നിങ്ങളെ അവഗണിച്ച് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെ ദുഃഖിതരാണ് പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എന്ന കാര്യം ഓർക്കുക. മനസ്സിൽ നിങ്ങൾ പുറത്ത് പറയാത്ത വളരെയധികം വിഷമങ്ങളുണ്ട്. അത് പുറത്ത് പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിഷമം ഇരട്ടിപ്പിക്കും. അതിനാൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാകുന്നു. പുറത്ത് ചിരിക്കുന്നു എങ്കിൽ പോലും ഉള്ളിൽ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്ന അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. ഞാൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം, അത് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും. ആ വഴിയിലൂടെ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു. അത് നിങ്ങൾ ചെയ്യും എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള സ്വരച്ചേർച്ചക്കുറവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പണ്ട് നടന്നിരുന്നത് പോലെ പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും. പണ്ട് പലപ്പോഴും പല കാര്യങ്ങളും എളുപ്പം നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാൻ പ്രയാസമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ധനം ഉണ്ട് എങ്കിൽ പോലും ആവശ്യത്തിനധികം ചെലവ് വരുന്നു. ധനം കൈകളിലേക്ക് വന്നു ചേർന്നാൽ ഉടനെ ഇരട്ടി ചിലവായി ധനം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുക. അതോടൊപ്പം വീടും പരിസരവും വൃത്തിയാക്കി നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരും. കർമ്മരംഗത്ത് ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ഇവിടെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അതേപോലെ ഏത് കാര്യങ്ങൾ വന്നു ചേരുകയാണ് എങ്കിലും അതിൽ വിജയങ്ങൾ നേടുവാനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തന്നെ തെളിയും എന്ന കാര്യം ഓർക്കുക. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അതിന് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹം, വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ അകലും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കേണ്ടതാകുന്നു. ഭഗവാന്റെ ക്ഷേത്രത്തിൽ അഥവാ ശിവക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ സമക്ഷം എത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഭഗവാനെ അവിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പോലും ആ കാര്യത്തിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക.